कैसे हो സ്നേഹാമസാണ് ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഹിന്ദി എന്ന് പറയുന്ന വിഷയം പലർക്കും ഇപ്പൊ ഇതിൽ കാണുന്ന പലർക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും അല്ലേ. പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ സൈലം ഉണ്ട്, മിസ് ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ജോളി ജിങ്കാലയായിട്ട് മുന്നോട്ട് പോകാം, എല്ലാം പഠിച്ചിട്ട് പോവാം അല്ലേ. അപ്പൊ ഹിന്ദിയുടെ ബേസിക്സ് ആണ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയേണ്ടത് അല്ലേ. ഹിന്ദി എന്ന് പറയുന്ന വിഷയം ഒരു ഭീകരജീവിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, വളരെ സിമ്പിളായിട്ട് സുഖമായിട്ട് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഷയമാണ്. ഹിന്ദിയുടെ ബേസിക്സ് എന്ന് പറയുമ്പോൾ മക്കൾ ആദ്യം ആലോചിക്കേണ്ടത് ഹിന്ദിയിലെ അക്ഷരമാലയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അക്ഷരമാല പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഹിന്ദിയിൽ അക്ഷരമാല നല്ല പഠിച്ച് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു വേർഡുകൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? കുഞ്ഞു കുഞ്ഞു വേർഡുകൾ പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നം വരുന്നത് എന്താണ്? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അല്ലേ. ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിദ്യയായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിന്ദിയിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്താണത്? ഇതാണ് മക്കളെ ആ കാര്യം എന്ന് പറയുന്നത്. എന്താണ്? വിഭക്തി പ്രത്യയ എന്ന് പറയുന്ന കാര്യമാണ്. വിഭക്തി പ്രത്യയ മിസ്സേ പേര് കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഒന്നുമില്ലടാ, വെറുതെ ഒരു ഗുമ്മിന് പേരിട്ടേക്കാണ്. സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് പ്രപ്പോസിഷൻ എന്ന് പറയും. എന്ത് പറയും? പ്രപ്പോസിഷൻ എന്ന് പറയും അല്ലേ. വിഭക്തി പ്രത്യയ എന്ന് ഹിന്ദിയിൽ പറയും, വിഭക്തി പ്രത്യയങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഈ വിഭക്തി പ്രത്യയങ്ങൾ? മിസ് സിമ്പിളായിട്ട് പറയട്ടെ. അപ്പം മക്കളെ എന്താണ്? ഹിന്ദിയിൽ ഒരു സെന്റൻസ് പറയാണ്. എന്താണ്? രാമു കാ ഘർ, രാമുവിൻ്റെ വീട് അല്ലേ. ഈ കാ പിന്നെന്താണ്? ഏക് സേ 10 തക്, 1 മുതൽ 10 വരെ. ഈ കാ സേ എന്നൊക്കെ പറയുന്നത് മക്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ പുട്ടിന് തേങ്ങടുന്ന പോലെ കാ, കേ, കി, കോ, സേ, നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അക്ഷരങ്ങൾ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല. കുറച്ചും കൂടി സിമ്പിളാക്കി തരട്ടെ. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാം കേട്ടോ. മക്കൾ ഹിന്ദിയിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുകയാണ്. മലയാളത്തിൽ നമ്മൾ പറയുകയാണ് എന്ത്? മായയുടെ വീട്. എന്താണ് വേണ്ടത്? മായയുടെ വീട് എന്നാണ് വേണ്ടത് മക്കൾക്ക്. നോക്കിക്കേ, മായയുടെ വീട് എന്നുള്ളതാണ് വേണ്ടത് അല്ലേ. നോക്കിക്കേ, ഒന്നും കൂടി മിസ് ഡാർക്ക് ആക്കാം കേട്ടോ. മായയുടെ വീട്, ഇതാണ് വേണ്ടത്. ഇതില് മായ എന്ന് പറയുന്നത് മായ തന്നെയാണ് ഹിന്ദിയിൽ അല്ലേ. വീട് എന്ന് പറയുന്നത് എന്താണ്? ഘർ ആണ് എന്ന് മക്കൾക്ക് അറിയാം അല്ലേ. മായ എന്ന് പറയുന്നത് മായ എന്ന് തന്നെയാണ്. വീടിന് നമ്മൾ ഘർ എന്ന് പറയും എന്നും മക്കൾക്ക് അറിയാം അല്ലേ. ഘർ എന്നും പറയും. ഇനി മായ ഘർ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ആവുള്ളൂ? മായ വീട് എന്ന് മാത്രമേ ആവുള്ളൂ. സെന്റൻസ് പൂർത്തിയാവോ? ഇല്ല. അപ്പോഴാണ് നമുക്ക് ആരുടെ ആവശ്യം? വിഭക്തി പ്രത്യയത്തിന്റെ ആവശ്യം അല്ലേ. നോക്കിക്കേടാ, ഈ യുഡേ എന്ന് പറയുന്ന കാര്യം അല്ലേ. യുഡേ എന്ന് പറയുന്ന കാര്യത്തിന് പകരമായി നമ്മൾ ഹിന്ദിയിൽ ഒരു വേർഡ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് എന്തടാ? കാ എന്ന് പറയുന്നത്. എന്താണ്? കാ എന്ന് പറയുന്നത്. മായാ കാ ഘർ എന്ന് പറയുന്നത് എന്താണ്? മായാ കാ ഘർ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് അല്ലേ. ഈ കാ എന്ന് നമ്മൾ ചേർത്തിട്ടില്ലേ? ഈ യുഡേ എന്നുള്ളതിന് പകരം നമ്മൾ കാ എന്ന് ഹിന്ദിയിൽ എഴുതിയോ? അതാണ് വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി കേട്ടോളാം കേട്ടോ. മായ ഘർ എന്ന് പറയുന്ന 2 വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അക്ഷര രൂപമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ കാ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വിഭക്തി പ്രത്യയം എന്താണ് മക്കളെ? വിഭക്തി പ്രത്യയം എന്താണ്? മിസ്സിന്റെ കൂടെ പറഞ്ഞോളാം കേട്ടോ. എന്താണ്? ഹിന്ദി ഭാഷയിൽ വാക്കുകളെ കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷര രൂപങ്ങളെയാണ് നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ കത്തിയില്ലേ? നോക്കിക്കേ, നമുക്ക് എത്ര വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട് എന്നുള്ളത് പഠിക്കണം അല്ലേ. എത്ര വിഭക്തി പ്രത്യയങ്ങളാണുള്ളത്? 9 വിഭക്തി പ്രത്യയങ്ങളാണ്. എത്ര എണ്ണം ഉള്ളത്? 9 എണ്ണമാണ് നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ ഉള്ളത് കേട്ടോ. 9 എണ്ണം ഉണ്ട്. ആ 9 എണ്ണം നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. മിസ്സിന്റെ കൂടെ എല്ലാവരും വന്നോളാം. നോക്കിക്കേ, 9 എണ്ണം പറയാൻ പോവാണേ. നേക്കോ സേ കാക്കേ കി മേ പർ കേ ലിയേ. എന്താണ്? നേക്കോ സേ കാക്കേ കി മേ പർ കേ ലിയേ. മക്കളെ എങ്ങനെ പഠിക്കണം എന്നറിയോ? 3 എണ്ണം ആക്കിയിട്ട് എന്താ ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ നേക്കോ സേ
കാക്കേക്ക് മേപ്പർക്കേലി. ഒരു താളത്തിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. എന്താണ്? താളത്തിൽ പഠിച്ചു പോവാ. നേക്കോസെ പിന്നെന്താണ്? കാക്കേക്ക് മേപ്പർക്കേലിയെ. ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ എന്താണ്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാടാ. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. നോക്കിക്കേ, നേയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. എന്താണ് നേയുടെ അർത്ഥം? എന്താണ്? ആദ്യത്തെ നമ്മുടെ വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് നേ ആണ്. പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല. എന്താണ്? പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല. അതെന്താ മിസ്സേ അങ്ങനെ? എടാ, ഈ നേ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവന് കുറച്ച് കൊമ്പ് കൂടുതലാണ്. അവന് വേറെ തന്നെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഇപ്പൊ മക്കള് ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നേ എന്ന് പറയുന്ന ആളെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മക്കൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. എപ്പോഴാണ്? പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? ഭൂതകാലത്താണ് നമ്മൾ ആരെ ഉപയോഗിക്കുക? ഈ നേ എന്ന് പറയുന്ന ആളെ ഉപയോഗിക്കുക കേട്ടോ. എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണ്? ഈ നേ എന്ന് പറയുന്ന ആള് ആരുടെ കൂടെയാണ് വരാറ്? കർത്താവിൻ്റെ കൂടെയാണ് വരാറ്, സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വരാറ്. ഇതും കൂടി മക്കളൊന്ന് ആലോചിച്ച് വെക്കണം. മാത്രമല്ല എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് കർമ്മം എന്ന് പറയുന്ന ആള് എപ്പോഴും ഉണ്ടായിരിക്കണം ആരുടെ കൂടെ? ഈ നേ എന്ന് പറയുന്ന ആളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇതൊക്കെ തല തിരിഞ്ഞിട്ടുണ്ടാവില്ലേ? അതൊന്നും മക്കൾ ആലോചിച്ചില്ലെങ്കിലും സാരമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ കാര്യം എന്ത് ചെയ്യണം? ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ പഠിക്കേണ്ടത് നേക്ക് ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയാം മിസ്, എക്സാമ്പിൾ പറയാം. മക്കൾ ശ്രദ്ധിച്ച് കേട്ടോളെ. എക്സാമ്പിൾ പറയുന്നേ, ബിബീനെ ദേക്ക. ബിബി കണ്ടു. പാസ്റ്റില് ഭൂതകാലത്തിൽ നമ്മുടെ ബിബി കണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ബിബീനെ ദേക്ക. ബിബി കണ്ടു എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ പാസ്റ്റില് നമ്മൾ കണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ബിബീനെ ദേക്ക എന്ന് ഉപയോഗിച്ചല്ലേ. ഈ നേ എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഇത് മാത്രം മക്കൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അടുത്ത ആൾ ആരാണ്? കോ ആണ്. നേ കോ സേ അല്ലേ. അതിൽ കോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, കോ എന്ന് വെച്ചാൽ മലയാളത്തിൽ ക്ക്, ന്, ലേ, യേ എന്നുള്ള അർത്ഥങ്ങളുണ്ട്. എന്തൊക്കെയാ? ക്ക്, ന്, ലേ, യേ. സിമ്പിൾ ആണ്. നമ്മൾ എക്സാമ്പിൾ വെച്ച് മാത്രമേ പഠിക്കത്തുള്ളൂ. നോക്കിക്കേടാ, ബിബിയെ നോക്കൂ. നമ്മുടെ മലയാളം സെന്റൻസ് ആണേ. മിസ് പറയാണ് മലയാളം സെന്റൻസ്, ബിബിയെ നോക്കൂ. ഇത് ഹിന്ദിയിലേക്കാക്കി മക്കൾക്ക് മാറ്റണം. നോക്കിക്കേ, ബിബിയെ നോക്കൂ എന്നുള്ളതാണ്. ബിബിയുടെ ബിബി തന്നെ നമ്മൾ ഹിന്ദിയിൽ പറയും. നോക്കൂ എന്നുള്ളതിന് എന്താണ്? ദേക്കോ എന്ന് പറയും. ബിബിയെയും നോക്കുവിനെയും നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബിബി കോ ദേക്കോ എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ല. എന്താണ്? ബിബി കോ, ബിബിയെ നോക്കൂ എന്നുള്ളത് അല്ലേ. അടുത്ത നോക്കിക്കേ, ബിബിക്ക് കൊടുക്കൂ. ബിബിക്ക് കൊടുക്കൂ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിബി കോ ദേ ദോ എന്ന് പറയണം അല്ലേ. എന്താണ്? ക്ക്, ന്, ലേ, യേ എന്നുള്ള മലയാളം അർത്ഥങ്ങൾക്ക് മൊത്തം എന്താണ്? ഒറ്റ വാക്ക് മാത്രം നമ്മൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി, ഹിന്ദിയിൽ ഉപയോഗിച്ചാൽ മതി. ശ്രദ്ധിച്ച് കേട്ടോളെ. ബിബിക്ക് കൊടുക്കൂ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ബിബി കോ ദേ ദോ എന്ന് പറയും അല്ലേ. ഇനി അവൾക്ക് കൊടുക്കൂ അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കൂ, അവന് കൊടുക്കൂ എന്ന് പറയാണ് അല്ലേ. നോക്കിക്കേ, ഉസ്കോ ദേ ദോ. ഉസ്കോ അല്ലേ. ഉസ് എന്ന് വെച്ചാൽ അവൾ, അവൻ എന്നുള്ള മീനിങ് ആണ്. കോ നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ അവൾക്ക്, അവന് എന്നായല്ലേ. അവൾക്ക് അല്ലെങ്കിൽ അവന് ദേ ദോ കൊടുക്കൂ എന്നായല്ലേ. ഇപ്പൊ കോ എന്ന് പറയുന്ന വാക്ക് എന്തിനൊക്കെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കാൻ മനസ്സിലായോ? ക്ക്, ന്, ലേ, യേ എന്നുള്ള എല്ലാ മലയാളം വാക്കിനും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ കോ ആണ് ഉപയോഗിക്കുന്നത്. സെറ്റല്ലേ? സെറ്റല്ലേ? കത്തിയില്ലേ? ഇനി അടുത്ത വിഭക്തി പ്രത്യയത്തിലേക്ക് പോയാലോ. അടുത്ത ആള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ആളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. നോക്കിക്കേ, സേ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? സേ എന്ന് പറയുന്ന ആളാണ്. ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്,
മുതൽ എന്നിങ്ങനെ 5 കാര്യങ്ങൾക്കാണ് നമ്മൾ സേ എന്ന് പറയുന്ന ഈ വേർഡ് ഉപയോഗിക്കുന്നത് അല്ലേ. നോക്കിക്കോളാം, നമ്മൾ അർത്ഥം പറയാണ് ശ്രദ്ധിച്ചിരുന്നോളാം. വീട്ടിൽ നിന്ന് വന്നു. എന്താണ്? വീട്ടിൽ നിന്ന് വന്നു. വീട് എന്നുള്ളതിന് ഗർ എന്നാണ് പറയാ, വന്നു എന്നുള്ളതിന് ആയ എന്നാണ് പറയാ. വീട് വന്നു എന്ന് പറയാൻ പറ്റോ? ഗർ ആയ എന്ന് പറയാൻ പറ്റോ? ഇല്ല. ഗർ സേ ആയ, വീട്ടിൽ നിന്ന് വന്നു അല്ലെ. ഇൽ നിന്ന് എന്നുള്ളതിന് നമ്മൾ സേ ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? കത്തി വരുന്നില്ലേ? നോക്കിക്കേ, അടുത്തത് പേന കൊണ്ട് എഴുതി അല്ലെ. പേന എന്നുള്ളതിന് കലം എന്ന് പറയും, ലിഖ എന്നുള്ളതിന് എഴുതി എന്ന് പറയും അല്ലെ. പേന കൊണ്ട് എഴുതി, കലം സേ ലിഖ. എന്താണ്? കലം സേ ലിഖ എന്ന് നമ്മൾ എഴുതും അല്ലെ. ഓക്കെ അല്ലേ? അടുത്ത അർത്ഥം നോക്കിക്കേ, ഓട് എന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, ബിബിയോട് പറയൂ. ബിബി സേ കഹോ. എന്താണ്? സേ എന്താണ്? യോട് എന്നുള്ള അർത്ഥത്തിനും കൂടി നമ്മൾ ഉപയോഗിച്ചില്ലേ. ബിബിയോട് പറയൂ, ബിബി സേ കഹോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് ശ്രദ്ധിച്ചേ മക്കള്, 1 മുതൽ 10 വരെ. അപ്പൊ സേ എന്നുള്ള വാക്ക് മുതൽ എന്ന് പറയാൻ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? 1 മുതൽ 10 വരെ. ഏക് സേ 10 തക്. എന്താണ്? ഏക് സേ മുതൽ 10, 10 തക് വരെ അല്ലെ. 1 മുതൽ 10 വരെ. മുതൽ എന്നുള്ള വാക്കിനും കൂടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സേ ഉപയോഗിക്കും അല്ലെ. ഓക്കെ അല്ലേ? കത്തുന്നില്ലേ? അപ്പൊ സേ എന്താണ്? ഇൽ നിന്ന്, കൊണ്ട്, കാൽ, ഓട്, മുതൽ എന്നിങ്ങനെ അർത്ഥങ്ങൾക്കൊക്കെ നമ്മൾ ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? സേ എന്ന് പറയുന്നത് അല്ലേ. ഒറ്റൊരു വിഭക്തി പ്രത്യയമാണ് ഉപയോഗിക്കുന്നത് സേ അല്ലേ, കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? അടുത്തത് 3 ആൾക്കാരാണ്. 3 ആൾക്കാർക്കും ഒരേ അർത്ഥമാണുള്ളത്. എന്താണ്? 3 ആൾക്കാർക്കും ഒരേ അർത്ഥമാണുള്ളത്. മക്കള് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ക, കേ, കി എന്ന് പറയുന്ന 3 ആൾക്കാർക്കും ഒരേ അർത്ഥമാണ്. എന്താണ്? ഡേ, ഉടേ, ഉള്ള, ലേ. ഈ 3 ആൾക്കാർക്കും ഒരേ അർത്ഥമോ? എന്താ മിസ്സേ അങ്ങനെ എന്നുള്ളൊരു ഡൗട്ട് മക്കൾക്ക് ഉണ്ടാവും. മക്കളെ, ലിംഗ് വചൻ എന്നതിനനുസരിച്ച് ഈ ആൾക്കാരൊക്കെ മാറും. ലിംഗ് വചൻ എന്ന് പറയുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ബേസിക് ക്ലാസ് ആയിട്ട് നമ്മൾ അത് എടുക്കും. അപ്പൊ നമുക്ക് കൂടുതൽ നന്നായിട്ട് അത് പഠിക്കാം കേട്ടോ. ഇപ്പൊ മക്കളെ ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? കാ, കി, കി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡേ, ഉടേ, ഉള്ള, ലേ എന്ന് പറയുന്നതാണ്. മനസ്സിലായില്ലേ? കത്തിയില്ലേ? എക്സാമ്പിളിലേക്ക് പോയാലോ? നോക്കിക്കേടാ, മായയുടെ വീട്. മായയുടെ വീട് എന്നുള്ളതിന് നമ്മൾ എന്തുപയോഗിക്കും? മായാകാഗർ. എന്താണ്? മായാകാഗർ അല്ലേ. ഇവിടെ കായാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം ഗർ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ മിസ് പിന്നീട് പറയുന്നതാണ്. മക്കൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ക എന്ന് പറയുന്നത് എന്തിൻ്റെ അർത്ഥമാണ്? യുഡേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. ഇനി സ്കൂൾ കെ ബച്ചേ, സ്കൂളിലെ കുട്ടികൾ അല്ലേ. സ്കൂൾ കെ ബച്ചേ എന്ന് വെച്ചാൽ എന്താ? സ്കൂളിലെ കുട്ടികൾ. ലേ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ എന്തുപയോഗിച്ചു? ഖേ ഉപയോഗിച്ചു അല്ലേ. ക, കെ, കി എന്ന് പറഞ്ഞ് ഡേ, ഉടേ, ഉള്ള, ലേ. ഈ 4 വാക്കുകൾക്ക് നമ്മൾ ക, കെ, കി എന്ന് പ്രയോഗം, വിഭക്തി പ്രയോഗം നമ്മൾ നടത്തും അല്ലേ. ഓക്കെ അല്ലേ? ഇതും മക്കൾ പഠിച്ചു വെക്കണം. എന്താണ്? ഇതും മക്കൾ പഠിച്ചു വെച്ചോളാം. അടുത്ത ആൾക്കാർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഹിന്ദിയിൽ ഒരുപാട് തവണ ഈ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. മേ, പർ, കേലേ. ഇത് മക്കൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും അറിയുന്നുണ്ടാവും. ഹിന്ദിയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവര്. മേ, പർ, കേലിയെ എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് കേൾക്കാ നോക്കിക്കേടാ. മേ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. എന്താണ്? മേ എന്ന് വെച്ചാൽ ഇൽ എന്നുള്ളതാണ്. ഈ മേയും മക്കൾക്ക് മറന്നു പോവരുത്. ഈ മേം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളതാണ്. ഈ മേം എന്ന് പറയുന്നത് ഇൽ എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മക്കൾക്ക് എപ്പോഴും മാറിപ്പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മാറിപ്പോകുന്ന കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്തോളാ? എഴുതി പഠിക്കുക. ഹിന്ദി എപ്പോഴും എഴുതി പഠിക്കണേ. നോക്കിക്കോളാ, മേ എന്ന് വെച്ചാൽ ഇൽ എന്നുള്ളതാണ്. എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേടാ. എക്സാമ്പിൾ അല്ലേ, പാനീമേ. പാനീമേ എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിൽ. ഇൽ എന്നുള്ളതാണ് അല്ലേ. പാനീമേ വെള്ളത്തിൽ. നദീമേ എന്താണ്? നദിയിൽ. സ്റ്റുഡിയോമേ സ്റ്റുഡിയോയിൽ അല്ലേ.
ഇൽ എന്നുള്ളതിന് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മേ ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി പർ ആണ്. പറിന് എന്താണ്? പർ എന്ന് വെച്ചാൽ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. പർ എന്ന് വെച്ചാൽ എന്താണ്? മുകളിൽ എന്നുള്ള അർത്ഥമാണ്. ശ്രദ്ധിച്ചേ, മേസ് പർ. മേസ് പർ എന്ന് വെച്ചാൽ എന്താണ്? മേശയിൽ അല്ലേ? മേശയ്ക്ക് മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. മേശയിൽ, മേശയ്ക്ക് മുകളിൽ എന്നുള്ള അർത്ഥമാണ്. നോക്കിക്കേ, പേട് പർ, മരത്തിൽ, മരത്തിന് മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ മുകളിൽ എന്നുള്ള അർത്ഥമാണ് ആര് വരുന്നത്? പർ എന്ന ശബ്ദം വരുമ്പോൾ വരുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, മേ എന്ന് വെച്ചാൽ ഇല്ലാണ്, പർ എന്ന് വെച്ചാൽ മുകളിൽ, മരത്തിന് മുകളിൽ. പേട് പർ, മേസ് പർ, മേശയ്ക്ക് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്തത് കേലിയെ ആണ്. കേലിയെ എന്ന് വെച്ചാൽ എന്താണ്? വേണ്ടി എന്നുള്ള അർത്ഥമാണ്. നോക്കിക്കേ, ബിബി കേലിയെ, ബിബിക്ക് വേണ്ടി. ബിബി കേലിയെ, ബിബിക്ക് വേണ്ടി അല്ലേ? ദോടനെ കേലിയെ, ഓടാൻ വേണ്ടി. സോനെ കേലിയെ, ഉറങ്ങാൻ വേണ്ടി. ഈ കേലിയെ എന്തിനാ ഉപയോഗിക്കുന്നത്? വേണ്ടി എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഉസ് കേലിയെ, അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മിസ് ഇതിൽ എഴുതിയത് മാത്രമല്ല, പറയുന്ന കാര്യങ്ങളും കൂടി മക്കള് അത് എഴുതിയെടുത്തോളാം കേട്ടോ. അപ്പൊ നോക്കിക്കേ നമുക്ക് എത്ര വിഭക്തി പ്രത്യയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 9 വിഭക്തി പ്രത്യയങ്ങളുണ്ട്. മിസ്സിന്റെ കൂടെ പറഞ്ഞോളാം. നേക്കോസെ, നേക്കോസെ, കാക്കേക്ക്, മേപ്പർ കേലി അല്ലേ? 9 വിഭക്തി പ്രത്യയങ്ങൾ സെറ്റാണോ? സെറ്റ് അല്ലേ? എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും. അപ്പൊ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? മക്കൾ ഇതൊക്കെ എന്താണ് പഠിക്കുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് സെന്റൻസുകൾ എഴുതിയിടുക കേട്ടോ. കമന്റ് ബോക്സിൽ എഴുതിയിടാം. ഇനി നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് വേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാ. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ അടുത്ത ബേസിക് ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ ബൈ.